അസ്സലാമു അലൈക്കും. മദ്രസ 5ാം ക്ലാസ്സിലെ ഫിഖിലെ 3ാമത്തെ ചാപ്റ്ററായ അൽ മിയാഹു എന്ന ചാപ്റ്ററിലെ തെദിരീബാത്തുകളും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. പാഠഭാഗത്തിന്റെ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ തെദിരീബാത്തുകളും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സും മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 1. ഉത്തരം പറയുക. ക്വസ്റ്റ്യൻ 1. വെള്ളം എത്ര വിധമാണ്? വെള്ളം 3 വിധമാണ്. തൊഹൂറ്, ത്വാഹിർ, നജസ്. 2. ത്വാഹിർ എന്നാൽ എന്ത്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. 3. തൊഹൂർ എന്നാൽ എന്ത്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും. 4. നജസ് എന്നാൽ എന്ത്? സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. 4. യോജിച്ചത് ചേർക്കുക. ബ്രാക്കറ്റിൽ മുത്തനജ്ജിസ്, തൊഹൂറ്, 100 ലിറ്റർ, ത്വാഹിർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നാമത്തത് വുളു എടുത്ത വെള്ളം ഏതതില്? ത്വാഹിർ. 2. നജസ് കലർന്ന കുറഞ്ഞ വെള്ളത്തിന് നമ്മൾ എന്താ പറയാ? മുത്തനജ്ജിസ്. 3. ഒരു കുല്ലത്ത് വെള്ളം എത്രയാണ്? 100 ലിറ്റർ. മൂന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർത്തെഴുതാ. 1. മുത്തലക്കായ വെള്ളം ഏതാണ്? കിണറിലെ വെള്ളം. നമുക്കറിയാം ത്വാഹിറിന്റെ മറ്റൊരു പേരാണ് മുത്തലക്കായ വെള്ളം എന്ന്. അപ്പൊ കിണറിലെ വെള്ളം. 2. മുസ്തഅമലായ വെള്ളം. എന്താണ് മുസ്തഅമലായ വെള്ളം? ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം. 3. മുത്തനജ്ജിസായ വെള്ളം. എന്താണ് മുത്തനജ്ജിസായ വെള്ളം പറഞ്ഞാൽ? നജസ് ചേർന്ന കുറഞ്ഞ വെള്ളം. 4. ത്വാഹിറായ വെള്ളം ഏതാണ്? കന്നി വെള്ളം. അപ്പൊ ഇത്രയാണ് തെദിരീബാത്തുകൾ ഉള്ളത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് എന്തൊക്കെയാണ് ഈ പാഠത്തിൽ നോക്കാം. നമ്മള് മിയാഹ് എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? വെള്ളം എത്ര വിധമാണ്, അത് ഏതൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനൊരു ടേബിൾ വരച്ച് എഴുതി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാനും വായിച്ചു നോക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പൊ ഇങ്ങനൊരു ടേബിൾ വരച്ചിട്ട് ആദ്യത്തെ കള്ളിയിൽ നമ്മൾ തൊഹൂറ്, ത്വാഹിർ, നജസ് എന്ന് എഴുതിയേക്കാം. സെക്കൻഡ് കള്ളിയിൽ നമ്മൾ എന്താ എഴുതുക? അതിന്റെ ഡെഫിനേഷൻ എഴുതുക. എന്താണ് തൊഹൂർ എന്ന് പറഞ്ഞാൽ? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമാണെന്ന് എഴുതിയേക്കുക. മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ എന്ത് എഴുതുക? കിണറ്, അതായത് ഉദാഹരണങ്ങൾ ഏതൊക്കെ വെള്ളമാണ്? തൊഹൂർ എന്നും ത്വാഹിർ എന്നും നജസും. അതിനൊക്കെ ഓരോ ഉദാഹരണങ്ങൾ എഴുതിയേക്കുക. ഇങ്ങനെ തൊഹൂറായ വെള്ളം ഏതാണ്? കിണറ്, കുളം, പുഴ എന്നിവയിലൊക്കെ വെള്ളം പറഞ്ഞില്ലേ. അങ്ങനെ 3 കള്ളി വരച്ചിട്ട് നിങ്ങളിങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാനും പഠിക്കാനും സിമ്പിൾ ആയിരിക്കും. പിന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് പറഞ്ഞാല് മുസ്തഅമൽ എന്താണെന്നും മുത്തനജ്ജിസ് എന്താണ് എന്നും. ഈ ചാപ്റ്ററിൽ ആകെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5 പോയിന്റേ ഉള്ളൂ. അതായത് ഈ തൊഹൂറും ത്വാഹിറും നജസും എന്നുള്ള വെള്ളത്തിനെ കുറിച്ചും പിന്നെ മുസ്തഅമൽ എന്താണ്, മുത്തനജ്ജിസ് എന്താണ്. മുസ്തഅമൽ എന്താണ്? ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം അല്ലെ. നമ്മുടെ ഉളു എടുത്തതോ കുളിക്കോ ഒക്കെ വേണ്ടി ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം, ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിനാണ് മുസ്തഅമൽ അറിയാം. മുത്തനജ്ജിസ് എന്താണ്? നജസ് ചേർന്ന കുറഞ്ഞ വെള്ളം അല്ലെ. കുറഞ്ഞ അളവിൽ നജസ് ചേർന്ന വെള്ളം. അപ്പൊ ഈ 5 പോയിന്റ് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ചാപ്റ്ററിൽ പഠിച്ചു വെക്കുക. പാഠഭാഗം നന്നായി വായിക്കുക. പാഠഭാഗത്തിൽ നിന്ന് പൂരിപ്പിക്കാൻ വരും. നമ്മൾ പൊതുവെ തെദിരീബാത്തുകളൊക്കെ നല്ലോണം പഠിച്ചു പോയിട്ടുണ്ടാവും. നമുക്ക് കിട്ടാതിരിക്കുക, നമ്മൾക്ക് മാർക്ക് നഷ്ടപ്പെടുക എവിടെയാണ്? പാഠഭാഗത്തിൽ നിന്ന് ഒരു വരി എടുത്ത് അതിന്റെ ബാക്കി പൂരിപ്പിക്കാൻ തന്നെ നമുക്ക് അറിയില്ല. അപ്പൊ പാഠഭാഗം നന്നായി വായിച്ചു നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.